ഹരി ഓം. ഒരു സത്സംഗം നടന്നു. അതിൽ നമ്മൾ പ്രധാനമായി പറഞ്ഞ ചില വാക്കുകളാണ് ഈശ്വരൻ, സാധകൻ, ഗുരു എന്ന് പറയുന്നത്. എവിടെയാണ് ഇത് വേർപെട്ടിരിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഗുരുവിൽ നിന്ന് ഈശ്വര വേർപെടുന്നുണ്ടോ? സാധകനിൽ നിന്ന് ഈശ്വരൻ വേർപെടുന്നുണ്ടോ? ഗുരുവിൽ നിന്ന് സാധകൻ വേർപെടുന്നുണ്ടോ എന്ന് നോക്കേണ്ടി വരും. വേർപെടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേർപെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ആരാണെന്ന് നമ്മൾ നോക്കേണ്ടി വരും. അപ്പോഴാണ് മനസ്സെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അവിടെ വരുന്നത്. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞോ? ഇല്ല. നമ്മുടെ ഗുരു, ഈശ്വരൻ, സാധകൻ എന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷെ ഈ വേർതിരിക്കുന്നവനെ നമ്മൾ അവിടെ ചിന്തിച്ചില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് രണ്ട് വാക്കുകളുടെ പ്രസക്തി നമ്മൾ മനസ്സിലാവുന്നത്. ഒന്ന് ആധ്യാത്മികതയെന്നും ആത്മീയതയെന്നും. നമുക്ക് ചുറ്റും നടക്കുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധ്യാത്മികതയാണ്. ഇപ്പം നീ എന്താണ്, നീ ഈശ്വരവിശ്വാസിയാണോ? അതെ. എന്താ ചെയ്യുന്നത്? ഞാൻ എന്നും ജപിക്കാറുണ്ട്. ഞാൻ പറയും അതെന്താണ്? ആധ്യാത്മികതയാണ്. ആധ്യാത്മികത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? മതപരം. ഞാൻ വിശ്വസിക്കുന്ന ഒരു മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളാണ് ആധ്യാത്മികത. അതിലാണ് ഈ ജപവും കാര്യങ്ങളും ഇതെല്ലാം വരുന്നത്, നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഈ സപ്താഹവും മറ്റു കാര്യങ്ങൾ, ഉത്സവങ്ങൾ, ഇതെല്ലാം വരുന്നത് അതാണ്. എന്നാൽ അതിൽ ആത്മീയതയുണ്ടോ? അങ്ങനെ നോക്കുമ്പോഴാണ് മതത്തിൽ നിന്ന് ഭിന്നമായിരിക്കുന്നതാണ് ആത്മീയത. മതത്തിൽ നിന്ന് ഭിന്നമായി ഇരിക്കണം, അത് മാത്രമേ ആത്മീയത വരുള്ളൂ. അപ്പോൾ ആ ആത്മീയത സബ്ജക്റ്റ് എന്താണ്? ആത്മാവ് എന്താണെന്നറിയലാണ് ആത്മീയത. അപ്പോഴവിടെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന പല കാര്യങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദ്യമായിട്ട് വരും. അപ്പം അതിനെപ്പറ്റി പറയുമ്പോഴാണ് നിരീശ്വരവാദിയായ സന്യാസിയാവുന്നത്. അപ്പോഴാണ് ആ പ്രശ്നങ്ങൾ വരുന്നത്. കാര്യം അവിടെ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട വിഷയം ആത്മാവ് എന്താണെന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 3 പ്ലെയിനിൽ നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് പറയും. അതായത് ശരീരം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും. ശരീരമുണ്ട്, ഒരു ഡൗട്ടും ഇല്ല. ശരീരത്തെ തൊട്ട് കാണിക്കാൻ പറഞ്ഞാലോ നമ്മൾ ശരീരത്തെ തൊട്ട് കാണിക്കുകയും ചെയ്യും. കാര്യം എനിക്ക് ശരീരം ഉണ്ടല്ലോ, ആ ശരീരം വെച്ചിട്ടാണല്ലോ ഞാൻ ജീവിക്കുന്നത്. എന്നാൽ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാലോ, മനസ്സുണ്ട്. തൊട്ട് കാണിക്കാൻ പറ്റുമോ? തൊട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഉണ്ടെന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ തൊട്ട് കാണിക്കാൻ പറ്റുന്നില്ലെന്ന് നമുക്ക് ബോധ്യവുമുണ്ട്. തൊട്ട് കാണിക്കാൻ പറ്റാത്ത ഒന്ന് നമ്മൾ സ്വാധീനിക്കുന്നില്ലേ? അത് നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. അപ്പം അത് വേറൊരു പ്ലെയിനാണ്. ശരീരത്തിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു പ്ലെയിനാണ്. തൊട്ട് കാണിക്കാൻ പറ്റാത്ത ഒരു സാധനം നമ്മളെ നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു പ്ലെയിനാണ്, ഒരു അവയർനെസ്സിൻ്റെ മറ്റൊരു ലോകമാണ്. മരിക്കുമ്പോൾ എന്ത് പറ്റും? നീ മനസ്സിന്, മനസ്സും പോവുകയാണ് അവിടെ പോവുകയാണ്. അപ്പോൾ മരണത്തെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? സത്ത് ആണ് പോയത്, ഇവിടെ ഉള്ളിൽ കിടന്ന സത്താണ് പോയത്, അതാണ് ചത്തുപോയെന്ന് പറയുന്നത്. അപ്പോൾ ആ സത്തെന്ന് പറയുന്നത് എന്താണ്? ആത്മാവാണ്. ഈ ആത്മാവ് പോകുമ്പം ഈ ശരീരത്തിൽ നിലനിൽക്കാൻ പറ്റുന്നില്ല. ശരീരത്തിൽ നിന്നിരുന്ന സൂക്ഷ്മമായിരുന്ന മനസ്സും അങ്ങ് പോവുകയാണ്. അപ്പോൾ എൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ ശരീരവും അല്ല, ഈ മനസ്സും അല്ല, തൊട്ടപ്പുറത്തിരിക്കുന്ന ആത്മാവാണ്. ഈ ആത്മാവിൻ്റെ സ്വരൂപമാണ് ഞാൻ എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരണപ്പെടുമ്പോൾ എന്താണ്? അദ്ദേഹത്തിനോടുള്ള ബന്ധത്തെ പറഞ്ഞിട്ടാണ് നമ്മൾ കരയുന്നത്. അമ്മൂമ്മ പോയി എന്നോ, അച്ഛൻ പോയെന്നോ, അമ്മ പോയെന്നോ, ആ ബന്ധത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് പോയത്? സോൾ, ആത്മാവാണ് പോയത്.
എന്നാൽ ഈ ആത്മാവിനെയാണോ നമ്മൾ വിളിച്ചത് അപ്പൂപ്പാന്നും അമ്മുമ്മയെന്നും? അല്ല, ശരീരത്തിനെയാണ് വിളിച്ചത്. അപ്പോൾ ഓരോ മരണവും നമുക്ക് എന്താണ് ശ്മശാന വൈരാഗ്യം തരുന്നത് ഈ ഒരു ബോധമാണ്. കാര്യം എന്താണ്, ഇതുവരെ വിളിച്ചുകൊണ്ടിരുന്ന ആൾ ഇവിടെ ഇല്ല, ഇപ്പം പോയത് ആത്മാവാണെന്ന് അപ്പോഴും ബോധ്യം ഉണ്ടാവും കുറച്ചു നേരത്തേക്ക്. അതാണ് ശ്മശാന വൈരാഗ്യം എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ എന്ന് എല്ലാവരും പറയുന്നത് അതാണ്. ഇന്നലെയും കണ്ടതാണ്, ഇത്രയേ ഉള്ളൂ, മനുഷ്യൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. പക്ഷെ അത് എനിക്കും സംഭവിക്കാന്നുള്ള ഒരു നിമിഷമായിരിക്കും അവൻ ചിന്തിക്കുന്നത്. പക്ഷേ വീണ്ടും ഭൗതികതയിൽ പെടുമ്പോൾ എന്ത് പറ്റും? മായ, മറക്കും. ഈ മറക്കാനുള്ള റീസൺ എന്താണ്? മനസ്സാണ്. അപ്പോൾ മനസ്സാണ് ഇതിൽ. ഈ മനസ്സാണ് കുറച്ചു മുമ്പേ ശ്മശാന വൈരാഗ്യത്തെ ഓർമ്മപ്പെടുത്തി തന്നതും ഇതേ മനസ്സിൽ തന്നെ ഇതിനെ മറപ്പിച്ച് പറ്റത്. അപ്പം ആ മനസ്സിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതാണ് ആത്മീയത. അപ്പം അവിടെ ആധ്യാത്മികത വേറെയാണ്, ആത്മീയത വേറെയാണ്. അപ്പോൾ ഒരു വ്യക്തി ആധ്യാത്മികമായിട്ടുള്ള പ്രാക്ടീസിൽ നിന്ന് ആത്മീയമായ പ്രാക്ടീസിലോട്ട് വരാനുള്ള വ്യത്യാസം ഇതാണ്. ഇപ്പുറത്ത് വരുമ്പോൾ എന്ത് പറ്റും? അവിടെ പൂർണ്ണമായും മനസ്സും സോളിനെ പറ്റി മാത്രമേ പറയൂ, ആത്മാവിനെ പറ്റി മാത്രമേ പറയൂ. എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈശ്വരനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ എന്നെ നിയന്ത്രിക്കുന്ന ആരാണ്? ശരിക്കൊന്ന് നമ്മൾ പറഞ്ഞു നോക്കൂ, മനസ്സാണ്. പക്ഷെ നമ്മൾ കുറച്ചു മുമ്പേ പറഞ്ഞത് എന്താണ്? ഈശ്വരനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മൾ പറയുകയും ചെയ്യുന്നുണ്ട്. കാര്യം അത് വെറും ഒരു ആശയമായിട്ട് നമ്മൾ മുന്നിലിരിക്കുകയാണ്. പക്ഷെ നിയന്ത്രിക്കുന്ന ആരാണ്? എൻ്റെ മനസ്സാണ്. എൻ്റെ മനസ്സെന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഈശ്വരനാണ് എന്നെ നിയന്ത്രിക്കുന്നത്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. എന്ത് വിരോധാഭാസമാണ്! അപ്പം ഈ വിരോധാഭാസം നമ്മൾ തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് വന്നു. അപ്പോൾ എൻ്റെ നിയന്ത്രിക്കുന്ന എൻ്റെ മനസ്സാണെന്നുള്ള ബോധ്യം ഞാൻ ആദ്യം കൊണ്ടുവരണം. അപ്പോൾ ഈ മനസ്സിന് എവിടെ എത്തിപ്പെടാൻ പറ്റില്ല? ഈശ്വരനായിട്ടൊന്നും എത്തിപ്പെടാൻ പറ്റില്ല. മനസ്സ് എവിടെയാണ് ഇല്ലാതാകുന്നത് അപ്പോൾ മാത്രമേ അത് കണക്റ്റ് ആവൂ. അപ്പോൾ ഈ മനസ്സെന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ഈശ്വരനാണ് ലോകത്തെയും എന്നെയും നിയന്ത്രിക്കുന്നത് പറയാൻ എനിക്ക് എന്താണ് അവകാശം? അപ്പോൾ അവിടെ ഈ മനസ്സിനെ നിരീക്ഷിക്കപ്പെടണം. നമുക്ക് എല്ലാവർക്കും അറിയാം, മനസ്സില്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. മനസ്സില്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. എല്ലാ വ്യാപകാരികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും മനസ്സിൻ്റെ ഒരു ഫങ്ഷനിങ് ആവശ്യമാണ്. പക്ഷേ ഈ മനസ്സ് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നു എന്നറിയാതെ ഞാൻ എങ്ങനെ ഈ മനസ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കും? എനിക്കൊരു കാറുണ്ട്, എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല. എനിക്ക് ഒരു കാറുണ്ട്, പക്ഷെ എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല. അപ്പോൾ എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും? അപ്പോൾ അതേപോലെ എനിക്കൊരു മനസ്സുണ്ട്, പക്ഷെ മനസ്സിൻ്റെ ഫങ്ഷനിങ് എനിക്ക് അറിയില്ല. അപ്പോൾ ഈ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ അറിയില്ല. അപ്പോൾ കാർ ഓടിക്കാൻ അറിയില്ലെങ്കിൽ കാറുള്ളവൻ എന്താണ്? കാറിൽ കയറി ഇരിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുപോലെ മനസ്സിൻ്റെ ഫങ്ഷനെ എനിക്കറിയില്ല എങ്കിൽ എങ്ങനെയാണ് ഇത് മനസ്സ് പ്രവർത്തിക്കുന്നത്, ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയില്ല എങ്കിൽ ഈ മനസ്സിനെ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ മനസ്സ് പ്രവർത്തിക്കുന്നില്ലേ? അത് സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കുകയാണ്. അതനുസരിച്ച് ഞാനും ഈ ശരീരമാകുന്ന ഞാനും എൻ്റെ ബാക്കിൽ നിന്ന് അങ്ങ് പോവേണ്ടി വരും. ഇതാണ് ഏറ്റവും വലിയ മായ. ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് പിന്നെ അവർ ഫങ്ഷൻ ചെയ്തപ്പോൾ അവരനുസരിച്ച് നമ്മളെല്ലാം പ്രവർത്തിച്ചതുപോലെ എന്നിലൊരു സോളുണ്ട്, ആത്മാവായിട്ടാണ് ജന്മം വന്നത്. പക്ഷെ അതിനെ മറയ്ക്കുന്ന ഒരു മനസ്സ് അവിടെ വന്നു. പിന്നെ മനസ്സ് അത് അധികരിച്ച് മനസ്സാണ് അങ്ങ് കൊണ്ടുപോകും. ഇതിൻ്റെ ഒരു കണക്ഷൻ പറഞ്ഞുതരാം. അതായത് ഈ മനസ്സെന്ന് പറഞ്ഞല്ലോ, മനസ്സിന് രണ്ട് തരത്തിൽ മനസ്സിൻ്റെ ഒരു ഫങ്ഷനിങ് ഉണ്ട്. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്. ഇത് രണ്ടും ഒരേ സമയം നമ്മളിൽ വർക്ക് ചെയ്യുക. എങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസം എന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഒരു അച്ഛൻ അമ്മ ഒക്കെ ഒരു കുഞ്ഞിനെ ഉപദേശിക്കുകയാണ്. ആരോടും തല്ലൂടാൻ പോകരുത്, ആരോടും ദേഷ്യം കാണിക്കാൻ പോകരുത്, എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറും, സ്കൂളിൽ ഇഷ്ടംപോലെ പിള്ളേരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഉപദേശം കൊടുക്കുകയാണ്.
അപ്പോൾ ഈ പറയുന്ന ഈ ഉപദേശം എന്താണ്? വാക്കുകളാണ്. വാക്കുകൾ കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കുട്ടി എന്താണ്, അത് ഡയറക്റ്റായിട്ട് കേൾക്കുകയാണ്. അത് കേട്ടിട്ട് കുട്ടിക്ക് മനസ്സിലാവും ദേഷ്യപ്പെടാൻ പാടില്ല, സ്നേഹത്തോടെ പെരുമാറാവും, ഇതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വാക്കുകൾ അങ്ങനെ ബോധ മനസ്സ് എടുക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഈ കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് ദേഷ്യം വരേണ്ട സാഹചര്യം വന്നാൽ അമ്മ പറഞ്ഞതോ അല്ലെ അച്ഛൻ പറഞ്ഞതോ പെട്ടെന്ന് ഓർമ്മ വരും. എന്താണ്? ബോധ മനസ്സിനകത്ത് അതുണ്ട്, അത് വർക്കൗട്ടാവും. എന്നാൽ വൈകുന്നേരം തിരിച്ച് വീട്ടിൽ വന്ന് സ്കൂളൊക്കെ വിട്ട് വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് എന്താണ്? ഈ അച്ഛനോ അമ്മയോ ഇവൻ്റെ അടുത്ത് ദേഷ്യത്തിൽ സംസാരിക്കും. എന്താണോ രാവിലെ പറഞ്ഞത് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇവൻ്റെ അടുത്ത് സ്ഥിരം. ദേഷ്യത്തിൽ സംസാരിക്കുന്നു, അടി കൊടുക്കുന്നു. എന്താണോ ചെയ്യലെന്ന് പറഞ്ഞത് അതെല്ലാം ഈ കുഞ്ഞ് കുട്ടിയോട് ചെയ്യും, ഈ കുഞ്ഞിനോട് ഈ മാതാപിതാക്കൾ ചെയ്യും. അപ്പോൾ ഇവൻ അതും ക്യാച്ച് ചെയ്യും. ദേഷ്യപ്പെട്ടും സംസാരിക്കാനുള്ള ഓപ്ഷനുണ്ട്, അടി കൊടുത്ത് സംസാരിക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത് ആരാ ക്യാച്ച് ചെയ്യുന്നത്? ഉപബോധ മനസ്സാണ് ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ വാക്കുകളിൽ കൂടി കേട്ടതെല്ലാം ബോധ മനസ്സ് ക്യാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ, ആ പ്രവൃത്തി ഉപബോധ മനസ്സ് ക്യാച്ച് ചെയ്ത് സ്റ്റഡി ചെയ്തെടുക്കും. ഇത് രണ്ടും കൂടി ചേർന്നാണ് ആ കുഞ്ഞിൻ്റെ ക്യാരക്ടറായിട്ട് മാറുന്നത്. കുഞ്ഞിനുണ്ടാവുന്ന മനസ്സ്, ക്യാരക്ടറിൻ്റെ ബേസ് മനസ്സാണല്ലോ, കുഞ്ഞിൻ്റെ മനസ്സ് അതാണ്. അപ്പോൾ മാതാപിതാക്കൾ എപ്പോഴും എന്താണ്? ഉപദേശിച്ച കാര്യത്തെപ്പറ്റി മാത്രമേ ബോധവാനാവൂ, പ്രവർത്തിച്ച കാര്യത്തെപ്പറ്റി ബോധവാനാകില്ല. പക്ഷെ അതും കുട്ടി പഠിച്ചു, അത് കുട്ടിയുടെ മനസ്സായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഉപബോധ മനസ്സിനകത്ത് കിടക്കുന്ന സാധനത്തിൽ കൂടിയും കുട്ടി പ്രവർത്തിക്കും. അപ്പം എപ്പോഴും പ്രവർത്തിക്കുന്നതാണ്, ഉപദേശിക്കുന്നതിനെ കാട്ടി പ്രവർത്തിക്കുന്നതാണ് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുവാൻ എളുപ്പം. നമ്മുടെ പ്രവൃത്തിയാണ് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ എളുപ്പം. അപ്പോൾ ഈ മൈൻഡ് പല രീതിയിലാണ് സ്റ്റഡി ചെയ്യുന്നത്, പല കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രവർത്തിക്കുന്നത്, അപ്പം ഒരു അച്ഛനും അമ്മയും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കുട്ടിക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്, പ്രത്യേകിച്ച് ഉപദേശിക്കാവുന്ന ആവശ്യമില്ല, അത് കണക്റ്റ് ആവും. ഈ പ്രവൃത്തി പോലെയാണ് ഈ നിരീക്ഷണം. എന്തിനെ നിരീക്ഷിക്കുക? മനസ്സിനെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ എന്ത് പറ്റും? നേരത്തെ പറഞ്ഞില്ലേ, മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു, ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നു നമുക്കറിയില്ല, നമ്മൾ മനസ്സിനെ പറ്റി പഠിച്ചിട്ടില്ല. മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ എന്ത് പറ്റും? ഇതൊരു പാറ്റേൺ, സ്ഥിരമായിട്ടുള്ളൊരു പാറ്റേൺ. രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് ചായ കുടിച്ചാൽ അടുത്ത ദിവസം 5 മണിയാകുമ്പോൾ നമ്മൾ കൃത്യമായി ചായ കുടിക്കാൻ നമുക്ക് തോന്നും. രാവിലെ നമ്മൾ എണീച്ചോടെ പല്ല് തേക്കുന്നതിന് ഒരു ടൈമിംഗ് ഉണ്ടാവും, നമ്മൾ പോലും അറിയാതെ അത് ചെയ്യും. ഉറക്കം വരുന്നത്, ഉറങ്ങുന്നത് എല്ലാം ഒരു പാറ്റേണാണ്. അപ്പോൾ മനസ്സിനൊരു ആവർത്തന ചക്രമുണ്ട്. ഇത് ശരിക്കും നിരീക്ഷിക്കുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ, ഈ ആവർത്തന ചക്രപ്രകാരമാണ് ഈ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ആര് വേണം? നിരീക്ഷകൻ വേണം, ഒരു നിരീക്ഷകമാണ്. അങ്ങനെ നിരീക്ഷകൻ വരുമ്പോൾ മാത്രമാണ് മനസ്സ് പറയുന്നത് വേറെ, മനസ്സിനെ നിരീക്ഷിക്കുമല്ലോ നമ്മൾ. ഒരു നിരീക്ഷകൻ മനസ്സിനെ നിരീക്ഷിക്കുമ്പോൾ നിരീക്ഷകൻ മനസ്സിനെ പറ്റി മനസ്സിലാക്കുന്നത് വേറെ. രണ്ട് കാര്യമാണ്. മനസ്സ് മനസ്സിലാക്കിയത് വേറെ, നിരീക്ഷകൻ മനസ്സിനെ മനസ്സിലാക്കിയത് വേറെ. ഇത് വ്യക്തമാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം, എങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടും. ആ ഒരു ചോദ്യത്തിന് എല്ലാവർക്കും ഉത്തരം തെറ്റുമെന്ന് നമ്മൾ ഇപ്പോഴേ ഉറപ്പിച്ച് പറയുകയാണ്. ആ ഉറപ്പോടെയാണ് ആ ചോദ്യം ചോദിക്കാൻ പോകുന്നത്. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഇത് നല്ലതാണോ മോശമാണോ? ഇതാണ് ചോദ്യം. ക്ഷമ നല്ലതാണോ മോശമാണോ? നല്ലതാണ്. ക്ഷമ നല്ലതാണ്. ക്ഷമ മോശമാണെന്ന് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഇല്ല. അപ്പം എല്ലാവരും ക്ഷമ നല്ലതാണ് തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പം ക്ഷമ നല്ലതാണെന്ന് നമുക്ക് പറയാനുള്ള കാര്യം എന്തുകൊണ്ടാണ്? ക്ഷമ ഉള്ള ആടെ തെളിഞ്ഞുള്ള കുടിക്കൂ, ക്ഷമയാണ് ഗമ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ക്ഷമയാണ് വേണ്ടതെന്ന് നമ്മൾ പല ആൾക്കാരുടെ ഉപദേശവും കേട്ടിട്ടുണ്ട്. ആ ഒരു ആംഗിളിലാണ് നമ്മൾ എല്ലാവരും പറഞ്ഞത് ക്ഷമ നല്ലതാണ്, അതിലൊരു തെറ്റുമില്ല. കുറച്ചു മുമ്പേ പറഞ്ഞു മനസ്സ് മനസ്സിലാക്കിയതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി മനസ്സിനെ നിരീക്ഷിക്കുന്നവൻ നമ്മളിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആ നിരീക്ഷകൻ പറയും ക്ഷമ മോശമാണെന്ന് പറഞ്ഞു.
അപ്പോൾ എന്താണ് വ്യത്യാസം? ക്ഷമ എങ്ങനെ മോശമാവും? അപ്പം നമ്മളെ മനസ്സിൻ്റെ ഓപ്പോസിറ്റാണ് ആ ഉത്തരം. മനസ്സിൻ്റെ ഓപ്പോസിറ്റാണ് ഈ പറഞ്ഞ കാര്യം. നമ്മൾ ക്ഷമ നല്ലതെന്ന് വിശ്വസിക്കുകയാണ്, പക്ഷേ നിരീക്ഷകൻ പറയുന്നത് ക്ഷമ മോശമാണ്. അപ്പോൾ ഇതെങ്ങനെ മോശമാവും എന്നുള്ളത് നോക്കാം. അതിനൊരു ഉദാഹരണം എന്ന് വെച്ചാൽ, ഒരാൾ ഒരു മറ്റൊരു വ്യക്തി വന്നിട്ട് ഇദ്ദേഹത്തിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ എന്തൊക്കെ ചെയ്യുമ്പോൾ ഇയാൾക്ക് എന്താണ്, ദേഷ്യം വരികയാണ്. ദേഷ്യം വന്നിട്ട് ആ തന്നോട് മോശമായി പെരുമാറിയ വ്യക്തിയോട് പകരം ചോദിക്കുന്നില്ല, തിരിച്ച് പകരം ചോദിക്കുന്നില്ല. പകരം ചോദിക്കാതെ എന്താണ്, ക്ഷമിച്ചു. ക്ഷമിച്ചപ്പോൾ എന്ത് പറ്റി? അവിടെ ഒരു കലഹം ഉണ്ടായില്ല. നല്ല കാര്യം, കലഹം ഉണ്ടായില്ല. അപ്പോൾ ആ സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞു. അടുത്ത ദിവസം അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ ഈ ക്ഷമിച്ച ആൾ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഫോൺ ചെയ്യും. ഫോൺ ചെയ്തിട്ട്, അറിഞ്ഞോ ഇന്ന് മറ്റാൾ അവിടെ വന്നു, ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചു, ഞാൻ കമാന്ന് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അവനോട്. വേറെ വല്ലവരായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തെല്ലാം അടി ഇടി പോലീസ് കേസ് കുത്ത് ഇതൊക്കെ വന്നു. ഞാനത് ക്ഷമിച്ചു. അപ്പോൾ മറ്റുള്ള പറഞ്ഞു, ഓ നിങ്ങൾക്കായതുകൊണ്ട് മാത്രമാണ് ക്ഷമിക്കാൻ പറ്റിയത്, വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ നമുക്ക് അവനെ പോലെ ഞാനായാൽ പിന്നെ എന്നെ പോലെ ആരാകും എന്നൊക്കെ അങ്ങ് തിരിച്ചങ്ങ് പറയുകയാണ്. എന്നിട്ട് വീണ്ടും ഇവ എന്താണ്, ഈ ഒരാളുടെ അടുത്ത് പറഞ്ഞാൽ നിർത്തുമോ? കോണ്ടാക്ട് ലിസ്റ്റിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ അടുത്തെല്ലാം ഇവൻ ഇങ്ങനെ പറയുകയാണ് വിളിച്ച്. ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്? തൻ്റെ ഐയെ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. ഞാൻ ക്ഷമയുള്ളവനാണ്. ക്ഷമ നല്ല ക്വാളിറ്റി ആണെങ്കിലും ഇവിടെ ഐ പ്രൊജക്ഷൻ വരെയാണ്. മഹാബലി ദാനധർമ്മം ചെയ്തു, നല്ല കാര്യം, പക്ഷെ ഞാൻ ദാനധർമ്മം ചെയ്യുന്നവനാണെന്ന് ചിന്തിച്ചപ്പോഴോ മഹാവിഷ്ണുവിന് വാമനനായിട്ട് വരേണ്ടി വന്നു അത് മാറ്റി കൊടുക്കാൻ. അവിടെ ആ ഐ പ്രൊജക്ഷൻ വന്നപ്പോൾ തെറ്റായി. ദാനം മോശമുള്ള കാര്യമല്ല, പക്ഷെ ഐ പ്രൊജക്ഷൻ വന്നത് തെറ്റാവും. നിരീക്ഷകനും അതാ സൂചിപ്പിക്കുന്നത്. നിരീക്ഷകൻ അവിടെ എന്താ പറയുന്നത്? ക്ഷമ നീ ചെയ്ത നല്ല കാര്യം, പക്ഷെ നീ നോട്ടീസ് അടിക്കുന്ന എന്തിന്? നീ ഓരോ പ്രാവശ്യം നോട്ടീസ് അടിക്കും തോറും നിൻ്റെ ഐ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ഐ പ്രൊജക്ഷൻ ഇല്ലാതാക്കാനാണ് നിരീക്ഷകൻ്റെ അടുത്ത് അത് ചെയ്യാൻ പറയുന്നത്, മനസ്സിൽ നോക്കാൻ പറയുന്നത്. അങ്ങനെ 2, 3, 4 വർഷം കഴിഞ്ഞു. ഇവ ക്ഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മറ്റവനൊരു കുറ്റബോധം ഉണ്ടായി. മറ്റവൻ കുറ്റബോധം ഉണ്ടായിട്ട് ഇവൻ വന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം. 5 വർഷമായിട്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് ഒന്ന് പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം. അവൻ പറഞ്ഞു, ഞാൻ എന്നേ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയും. ഇയാൾ പറയുകയാണ്. എന്നിട്ട് പറയും, വേറെ വല്ലവരായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല പെരുമാറുന്നത്. മറ്റവൻ 1 വാക്കോ 2 വാക്കേ പറഞ്ഞുള്ളൂ. 5 വർഷം കൊണ്ട് മറ്റവനെ പറ്റി നോട്ടീസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലോചിക്കണം. അപ്പോൾ ശരിക്കും അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഐ പ്രൊജക്ഷന് മാത്രമല്ല, മറ്റവനെ കാണുന്തോറും യവൻ എന്താണ്, യവൻ്റെ ഭൂതകാലം 5 വർഷത്തെ മുമ്പുള്ള കാര്യത്തിലാണ് യവൻ ഓർമ്മയായി കൊണ്ടു നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഐ പ്രൊജക്ഷൻ മാത്രമാണ് അവിടെ ഉണ്ടായത്? അല്ല, പഴയ പൂർവ്വ ഓർമ്മയിൽ. ഓർമ്മകൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? മനസ്സ്. അപ്പോൾ യവ ഈ 5 വർഷത്തെ ഓർമ്മകൾ എവിടെ സൂക്ഷിച്ചു? യവൻ്റെ മനസ്സിൽ സൂക്ഷിച്ചു. അത് ആ ഓർമ്മകൾ സൂക്ഷിക്കണമെങ്കിൽ ഒരു സ്പേസ് വേണ്ടേ? അപ്പോൾ അവൻ മനസ്സിനെ പിടിച്ചോണ്ടായിരുന്നത്. ഈ മനസ്സിനെ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ യാത്ര നടക്കുമോ? ഇല്ല. അപ്പോൾ വിറ്റ്നസ്സർ അവിടെ ഉണ്ടെങ്കിൽ, നിരീക്ഷകൻ ഉണ്ടെങ്കിൽ ആദ്യം എന്തെന്ന് പറയും? അയ്യെ പ്രൊജക്റ്റ് ചെയ്യല്ലേ, ക്ഷമിച്ചോ, പക്ഷെ അയ്യെ പ്രൊജക്റ്റ് ചെയ്യല്ലേ, ഓർമ്മകളായി അത് സൂക്ഷിക്കരുത്. അപ്പം മനസ്സവിടെ നിലനിൽക്കും. അന്നത്തെ ഒരു ക്ലാസ് പറഞ്ഞല്ലേ, എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷെ മരിക്കാൻ ആരും തയ്യാറല്ല. ഇതെല്ലാം ഈശ്വരനാണ് നടത്തുന്നത് നമുക്ക് ബോധ്യമുണ്ട്, പക്ഷെ മനസ്സിനെ കളയാൻ തയ്യാറല്ല. കാര്യം എന്താണ്? ഈ ഓർമ്മകളുടെ പല പല ശേഖരങ്ങളിരിക്കുകയാണ്. അപ്പോൾ ക്ഷമയുടെ ഫയൽ മാത്രമാണോ ഉള്ളത്? വെറുപ്പിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാ ഫയലുകളും ഉണ്ട്. ഇതെല്ലാം ഓർമ്മകളാണ് നമ്മളിൽ. അപ്പോൾ ഒരു ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? മനസ്സിൽ കാലത്തെ ഞാൻ സൃഷ്ടിക്കുകയാണ്. കാലം, നാളെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ ഭൂതകാലത്തെ ഞാൻ സൃഷ്ടിക്കുകയാണ്. ഇത് മനസ്സാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പം ഭൂതകാലത്തെയും ഞാൻ സൃഷ്ടിക്കുന്നു, ഭാവി കാലത്തെയും സൃഷ്ടിക്കുന്നു. ഇതിങ്ങനെ നമ്മളിൽ കിടന്ന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഭൂതകാലത്തിലോട്ടോടും ഭാവി കാലത്തിലോടും. ഒരിക്കലും ഈ നിമിഷത്തിൽ നിൽക്കില്ല. ഈ ഭൂതത്തിലോട്ടും ഭാവിയിലോട്ടും മനസ്സോടുമ്പോൾ എന്ത് പറ്റും? ആന്തരികമായിട്ടുള്ള സ്ട്രഗിൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തോ പറ്റും? സ്വസ്ഥതയില്ല. ഒരു കുഞ്ഞിനെ ഒരു പാർക്കിൽ കൊണ്ടുപോവുകയാണ്. അവൻ്റെ അടുത്ത് പറയണം, ഇനി 10 മിനിറ്റ് കൂടെ ഉള്ളൂ കളിക്കാൻ, നീ 10 മിനിറ്റ് കളിക്കാൻ പറഞ്ഞാൽ ആ 10 മിനിറ്റ് അവൻ 100% കളിയിൽ തന്നെ ഇൻവോൾവ് ആവും. മുതിർന്നവൻ്റെ അടുത്ത് പറഞ്ഞാലോ 10 മിനിറ്റേ ഉള്ളൂ, 10 മിനിറ്റ് എന്തോന്ന് അവ ആ ഉള്ള സമയത്ത് അവൻ നഷ്ടപ്പെടുത്തും. പക്ഷെ കുട്ടി അങ്ങനെയല്ല, ആ 10 മിനിറ്റിനെ ഉപയോഗപ്പെടുത്തും, ആ നിമിഷത്തിൽ നിൽക്കും. മറ്റവ എന്താണ്, 10 മിനിറ്റേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അവ എന്താണ്, അവൻ്റെ മനസ്സ് സംഘർഷം കൊണ്ടാണ് അത് ചോദിക്കുന്നത്, അവന് ഉപയോഗിക്കാൻ അറിയില്ല. അപ്പം ശരിക്കും ഒരു നിരീക്ഷകൻ നമ്മളുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ പ്രവർത്തനത്തെ, ഇതേപോലെ എത്രമാത്രം ഫയലുകൾ എന്നിലുണ്ട്, അത് ഓർമ്മയുടെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഓർമ്മ അപ്പം എന്താണ്, ചില ആൾക്കാർ ടെൻഷനായിരിക്കും, വ്യാകുലനായിരിക്കും. അടുത്തെന്ത്, ഇതെന്താണ് ഈ ലോകം ഇങ്ങനെ, ഇത്തരം പല 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 ചോദ്യങ്ങളാണ്. ഇതെല്ലാം മനസ്സ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവൻ സൈലൻ്റ് ആയിട്ടിരിക്കേണ്ടവനാണ്. ഒരിക്കലും ഒരു ധ്യാന സാധകൻ ഒരു ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാണ്, എനിക്ക് ഭയങ്കരമായിട്ട് വ്യാകുലതയാണ്, അല്ലെങ്കിൽ ഈ നാളെ എന്താകുമെന്നുള്ള ചിന്തയാണ്. ഞാൻ വന്ന് ധ്യാനിക്കാനാണ്, നിശ്ചലമായിട്ടിരിക്കാനാണ്, ശാന്തമായിട്ടിരിക്കാൻ, പക്ഷേ ശാന്തത എനിക്ക് കിട്ടുന്നില്ല, എൻ്റെ മനസ്സ് ശാന്തമാവുന്നില്ല. ഇതിന് ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഗുരു അവരിയ്ക്കുന്ന മരത്തിനെ ചൂണ്ടിക്കാണിക്കും. നിനക്ക് എന്തുകൊണ്ട് ഈ മരത്തിന് ചൂട്ടിൽ തന്നെ ഇരിക്കാൻ തോന്നി? പറഞ്ഞു, അപ്പുറത്ത് ഭയങ്കര വെയിലാണ്, തണലുണ്ട്, തണലുള്ളത് കൊണ്ടാണ് ഇവിടെ ഇരുന്നത്. ശരി, ഈ തണൽ നീ ഡിപ്പെൻഡ് ചെയ്തു, വെയിലത്തിരിക്കേണ്ട തണലത്തിരിക്കാമെന്ന് ചിന്തിച്ചു, അത് നല്ല കാര്യം. ഈ തണൽ ഇവിടെ നിന്ന് മാറുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സൂര്യൻ്റെ ചലനം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ചേഞ്ച് അല്ലാതെ ഈ തണൽ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് നിന്ന് മാറുന്നില്ല. തണൽ ഞാനിവിടെ, അപ്പോൾ തണലത്ത്, അതായത് നിഴൽ അവിടെ സ്വസ്ഥമായിട്ടിരിക്കുകയാണ്, ഒരിടത്ത് ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിഴൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നിനക്ക് ഇതിൻ്റെ ചുവട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ നിൻ്റെ മനസ്സ് സ്വസ്ഥമായിട്ടിരുന്നാലല്ലേ നിനക്ക് ശാന്തമായിട്ടിരിക്കാൻ പറ്റും. ഈ നിഴൽ ഓടിക്കൊണ്ടിരുന്നാലോ, നിഴൽ മാറുന്നതനുസരിച്ചിട്ട് നമ്മൾ മാറി ഇരിക്കേണ്ടി വരും. അപ്പം നിൻ്റെ മനസ്സും ശാന്തമായിട്ടിരിക്കണം. ഈ ശാന്തമായിട്ടിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? പല രീതിയിലും മനസ്സ് പ്രവർത്തിക്കുന്നതിന് അറിയാൻ പറ്റണം. മനസ്സിനൊരു പാറ്റേൺ ഉണ്ടെന്നും, മനസ്സ് ഓരോന്നിനെ കണക്ട് ചെയ്താണ് ചിന്തിക്കുന്നതെന്നും ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റണം. അതായത് സെൽ എന്നുള്ളൊരു വാക്ക് നമ്മൾ പറയുകയാണ്. അതിൻ്റെ അർത്ഥം എന്തെന്ന് നമ്മളിപ്പോൾ ഒരു പേപ്പർ തന്നിട്ട് നിങ്ങളുടെ അടുത്ത് എഴുതി പറഞ്ഞാൽ പലരും പല ഉത്തരമായിരിക്കും തരുന്നത്. ഒരു ഉത്തരമല്ല തരുന്നത്. സെല്ലെന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. കൊമേഴ്സ് പഠിച്ചവൻ എന്താണ് ചിന്തിച്ചത്? സെല്ലെന്ന് പറയുന്നത് വിൽക്കുക എന്ന് പറയുന്നൊരർത്ഥത്തിലെടുക്കും. ബയോളജി പഠിച്ചവനോ കോശം എന്നുള്ള അർത്ഥത്തിൽ ചിന്തിച്ചു. ഫിസിക്സ് പഠിച്ചവനോ ബാറ്ററി എന്നുള്ള അർത്ഥത്തിൽ ചിന്തിച്ചു. ഇത് ഒറ്റവാക്കാണ് പറഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഡിഫറൻ്റ് ആയിട്ട് ചിന്തിച്ചു? ചിന്തിക്കാൻ മനസ്സാണ്, മനസ്സിൻ്റെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഫിസിക്സിൻ്റെ ആളെ ഈ സെല്ലിനെ എല്ലാം ചിന്തിക്കുന്ന ഇതാണ്. എന്നാൽ ഈ ഒരു പോലീസുകാരനോ ജയിലെന്ന് ചിന്തിച്ചു, സെല്ലിലടയ്ക്കുക. അപ്പം ഒറ്റ വാക്കാണ്, ചിന്തിച്ചതിൻ്റെ രീതി വ്യത്യാസപ്പെട്ടു. മനസ്സാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സ് ഏത് പാറ്റേണിലാണ് പ്രവർത്തിക്കുന്നത് എനിക്കറിയാൻ പറ്റട്ടെ. അപ്പോൾ സെല്ലെന്ന് പറയുന്നത് ജയിലേ ഉള്ളൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാലോ അവൻ അത് അനുസരിച്ച് ചിന്തിച്ചെല്ലാം തെറ്റിയില്ലേ? അപ്പോൾ എൻ്റെ മനസ്സ് ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്, ഏത് പാറ്റേണിലാണ് ചിന്തിക്കുന്നത്, എന്താണ് അവിടെ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടതെന്നാണ് അറിയേണ്ടത്. അവിടെയാണ് ഞാൻ എന്നെ അറിയണമെന്ന് പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം. ഈ തത്വമസി എന്ന വേർഡിൻ്റെയൊക്കെ അർത്ഥം അതാണ്. ഞാൻ എന്നെ അറിയണം.
ഇത് കൊണ്ടുപോയ തേങ്ങയിലെ നെയ്യ് അതേപോലെ തിരിച്ചു കൊണ്ടുവരണമെന്നൊക്കെ ചിന്തിച്ചിട്ടാണ് പോകുന്നത്. അവിടെ നെയ്യ് ആവശ്യം കഴിഞ്ഞിട്ട് കൊണ്ടുപോകണം. ഇത് ഈ പറയുന്ന ആ ട്രാക്കിൽ വരുന്നില്ല. തേങ്ങയിൽ നെയ്യ് അടയ്ക്കണമെന്ന് പറയുമ്പോഴെന്താണ്, ഏറ്റവും ചെറിയ തേങ്ങ നോക്കി പോകും, വലിയ തേങ്ങ എടുക്കൂല. അവിടെയും നമ്മൾ വെള്ളം ചേർക്കുകയാണ് സാധനം. നെയ്യ് തേങ്ങ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തേങ്ങ ആരെങ്കിലും എടുത്ത് കാണിച്ചു തരുമോ? നെയ്യ് തേങ്ങ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ തേങ്ങ, അതിനകത്ത് ഏറ്റവും കുറച്ച് നെയ്യ് കയറുന്നതാണ് നെയ്യ് തേങ്ങയെന്ന് നമ്മൾ തന്നെ അങ്ങ് ചിട്ടപ്പെടുത്തി വെച്ചേക്കുകയാണ്. ഇപ്പം ഒരാൾ ശബരിമല പോവുകയാണ്, അവൻ്റെ അടുത്ത് പിന്നെ പറയണം, നെയ്യ് തേങ്ങ അവിടെ കൂട്ടിയിടയ്ക്ക് തേങ്ങ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഒരു പാവം പിടിച്ച ഒരു മകനാണ് വലിയ തേങ്ങ എടുത്തുകൊണ്ട് വന്ന് അവനെ കൊല്ലും. നിനക്ക് ഇത്രയും ബുദ്ധിയില്ല, ഇതാണോ നെയ്യ് തേങ്ങയും ചോദിക്കും. ഉദ്ദേശിക്കുന്നതാണ് തേങ്ങയ്ക്കകത്ത് നെയ്യ് ഒഴിക്കുന്നതാണ് നെയ്യ് തേങ്ങ. പക്ഷെ കുരുട്ട് ബുദ്ധി കുഞ്ഞിനില്ലല്ലോ. അപ്പം അവൻ്റെ അടുത്ത് പറയും അതിൽ ഏറ്റവും ചെറുത് നോക്കി ഉള്ളതാണ് നെയ്യ് തേങ്ങ. അപ്പം ആ കുഞ്ഞ് ചോദിക്കുക, അല്ല ഈ വലുതിൽ ഒഴിച്ചാലും നെയ്യ് നിറയുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? അല്ല, കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് നെയ്യുടെ വിലയാണ് ഇവൻ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ അവിടെ പോയി ക്യൂവിൽ നേരത്തെ കയറി അത് പിന്നെ ഒഴിക്കുന്നതിനെ തിരിച്ച് കൊണ്ടുവരിക, ഇതൊക്കെയാണ്. അവിടെ എന്നെ അറിയുക എന്നുള്ള പ്രോസസ്സിലോട്ട് പോയോ? മനസ്സിൻ്റെ പാറ്റേണിനെ അറിയണമെന്നുള്ളതാണ് ഞാൻ ചെയ്യുന്ന ആത്മീയത എന്നുള്ള പോയില്ല. കാര്യം എന്താണ്? ആധ്യാത്മികത ആണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആത്മീയതയല്ല പ്രാക്ടീസ് ചെയ്യുന്നത്. ആത്മീയതയിലോട്ട് വരണം. ആധ്യാത്മികതയിൽ നിന്ന് ആത്മീയതയിലോട്ട് വന്നാലേ മനസ്സിനെ പറ്റി പഠിക്കണമെന്നും ആത്മാവ് എന്നുള്ളൊരു സാധനം ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പോഴാണ്. അപ്പോഴേ നമുക്ക് പിടികിട്ടുള്ളൂ ഇതിൻ്റെ സയൻസ് എന്താണെന്ന്. അല്ലെങ്കിൽ അത് നമുക്ക് പിടികിട്ടില്ല. അങ്ങനെ ശരിക്കും മനസ്സിനെ പറ്റി അറിയുക എന്നുള്ളതാണ്. അങ്ങനെ അറിയുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി അറിയുമ്പോൾ മാത്രമേ എങ്ങനെ ഇതിനെ ഡിസോൾവ് ചെയ്യുക എന്ന് നമുക്ക് പിടികിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന ഓരോരോ കാര്യങ്ങൾ നമുക്ക് പിടികിട്ടി തുടങ്ങുന്നത്. അപ്പോഴേ പിടികിട്ടുള്ളൂ. ഈ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വെച്ചാൽ, അർജുനന് ഏറ്റവും വലിയ ടെൻഷനും ഈ വിഷാദവും ഉണ്ടായ സമയത്ത് എന്തെങ്കിലും പൂജ ചെയ്യാൻ പറഞ്ഞോ കൃഷ്ണൻ? തുലാഭാരം ചെയ്യാൻ പറഞ്ഞു, ഉരുള് നേർച്ച ചെയ്യാൻ പറഞ്ഞു, വെണ്ണ നൈവേദ്യം കൊടുക്കാൻ പറഞ്ഞു. അതൊന്നും അല്ലല്ലോ പറഞ്ഞത്. അപ്പം അത് അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോന്നാണ്? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല, അതല്ലാതെയും ചില കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മറ്റ് ഒരു പൂജയും പറഞ്ഞില്ലല്ലോ. അവിടെ പറഞ്ഞത് നിനക്ക് എന്തുകൊണ്ട് വിഷാദം വന്നു എന്നുള്ളതാണ് നീ അറിയേണ്ടത്. അപ്പം അങ്ങനെയാണ് ഈ 17 ചാപ്റ്ററും അദ്ദേഹം പറയേണ്ടി വന്നത്. അവിടെ യവനെ തടസ്സമായി നിന്നത് എന്തോന്നാണ്? എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന വ്യക്തികൾ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. ഈ ബന്ധുക്കളുമായിട്ട് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ അപ്പം അവിടെ എന്താണ്? അപ്പുറത്ത് നിൽക്കുന്ന എല്ലാവരും ശത്രുക്കളാണെങ്കിലോ ഒരു കുഴപ്പമില്ല, യുദ്ധം ചെയ്യാൻ. അവിടെ അപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പോൾ ഭഗവാൻ അവിടെ എന്താണ്? ഇവന് കൺഫ്യൂഷൻ ഉണ്ടാകണം, അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇട്ട് കൊടുത്തു. നീ എന്ത് ചെയ്യും? ഇതാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ബന്ധുക്കളായതുകൊണ്ട് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ യുദ്ധം ചെയ്യുകയും വേണം. അപ്പോഴെന്ത് പറ്റി? യുദ്ധം ചെയ്യാതിരിക്കാനുള്ള ന്യായീകരണങ്ങളാണ് പിന്നെ മനസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. തൊട്ട് മുമ്പ് എന്താണ്? ഞാൻ പോയി യുദ്ധം ചെയ്ത് വില്ലാളി പേരിനാവുമെന്ന് വീമ്പടിച്ച് നിന്ന ആളാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇനി എന്താണ്? യുദ്ധം ചെയ്യാൻ വയ്യ എനിക്ക്, അപ്പോൾ ഇനി ന്യായീകരണം വേണം. ഉടൻ മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങി. മനസ്സെങ്ങനെ പ്രവർത്തിച്ചു? ഇവരെല്ലാവരും കൊന്നു കഴിഞ്ഞാൽ ഞാൻ ജയിച്ചെന്നിരിക്കട്ടെ, എനിക്കെന്താണ് കിരീടമല്ല കിട്ടുന്നത്, കുലത്തെ നശിപ്പിച്ചവൻ എന്നുള്ള പേര് ദോഷം എനിക്ക് കിട്ടുമോ? അങ്ങനെ ഞാൻ എൻ്റെ കുലത്തിനെ നശിപ്പിച്ചിട്ട് ഒരു നേതാവായിട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? എൻ്റെ ആവശ്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? ഇത്രയും പിള്ളേർക്ക് അച്ഛനില്ലാതാവും, സ്ത്രീകൾ വിധവയാകും, പിന്നെ അവരെ നോക്കാൻ ആളില്ലാതെ വരും.
അതുകൊണ്ട് അവരെ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുന്ന അന്ന് പറഞ്ഞ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് കലങ്ങിപ്പോവും. ഒരു സെക്ടർ വേറെ സെക്ടറെ കെട്ടിയിട്ട് സങ്കരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ സോഷ്യൽ സിസ്റ്റം തന്നെ തെറ്റും. ഇപ്പം ഞാൻ യുദ്ധം ചെയ്താലാണ് അത് സംഭവിക്കുന്നത്, അതുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല. മനസ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്. അപ്പം അവിടെ ഭഗവാൻ എന്താ പറഞ്ഞത്? ഇത് യവൻ ചിന്തിച്ചത് തെറ്റാണ്. ആ ചിന്തിച്ച് അവസാനം എന്താ പറ്റിയത്? ഇനി ഒന്നും എനിക്ക് ചെയ്യാനില്ല, എനിക്ക് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയത്. യവൻ എന്തിനാണ് ഈ യുദ്ധമുറകൾ പഠിച്ചത്? യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. യുദ്ധമുറ പഠിച്ച സമയത്ത് ചിന്തിച്ചിട്ടുണ്ടാവോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? ഇപ്പോൾ പൊതുവേ നമ്മൾ കേൾക്കാറില്ലേ, ഡോക്ടർമാർ സ്വന്തം മക്കളോ അച്ഛനോ അമ്മയോ വൈഫോ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അവർ സർജറി ചെയ്യില്ല. എന്തുകൊണ്ട്? അവർക്ക് സർജറി ചെയ്യാൻ അറിഞ്ഞിടാത്തതുകൊണ്ടല്ല. എൻ്റെ എന്നുള്ള ചിന്ത കാരണം അവർക്ക് എന്തെങ്കിലും എൻ്റെ ഓവറായിട്ടുള്ള ഇത് കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ എൻ്റെ ആൾ പോവും. എൻ്റെ എന്നുള്ളൊരു ഫാക്ടർ വന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ഒരു ഡോക്ടറിന് സർജറി ചെയ്യാൻ സ്വന്തം വൈഫിനെ പറ്റുന്നില്ല, മക്കളെ സർജറി ചെയ്യാൻ പറ്റുന്നില്ല, അച്ഛനെ സർജറി ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും പറ്റില്ല. ഡോക്ടർ എന്തേ വേറൊരാൾ കൊടുക്കും. എൻ്റെ എന്നുള്ളത്. അപ്പോൾ ആ എൻ്റെ എന്ന് പറയുന്നത് വരുമ്പോൾ എന്ത് പറ്റും? കർമ്മത്തെ ബാധിക്കും. അപ്പോൾ യവ എന്ത് ചെയ്യണം? കർമ്മയോഗം പഠിക്കണം. അതാണ് ഗീതയിൽ കർമ്മയോഗം പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്താണ് കർമ്മം, അതിൽ കർമ്മം, അകർമ്മം, വികർമ്മം എന്ന് പറഞ്ഞ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് പറഞ്ഞു കൊടുത്തു. ഓരോന്നിലും ചിന്തിക്കുന്ന വ്യത്യാസം എൻ്റെ എന്നുള്ളത്. അപ്പോഴാണ് മനസ്സ് നേരത്തെ പറഞ്ഞ ഐ പ്രൊജക്ഷൻ്റെ പ്രോബ്ലം വന്നു. ഒരു തറവാടുണ്ട്. ആ തറവാട്ടിൽ പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ ഇന്നത്തെ ഗേറ്റ് പോലെ പണ്ട് കുട്ടിയമ്പലം ഉണ്ടല്ലോ, കുട്ടിയമ്പലത്തിൻ്റെ അവിടെ ഒരു യാചകം വന്നിരിക്കുകയാണ്. യാചകം വന്ന് നിന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്തെങ്കിലും തരണേ ചോദിക്കുക. ഇങ്ങനെ ചോദിച്ചപ്പോൾ ഈ കാരണവർ അകത്തിരുന്ന് ചാരുകസേരി കിടന്നിട്ട് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഉറച്ച് പറയണേ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു. ഇത്രയും ഉറച്ച് പറഞ്ഞിട്ടും ഈ കാരണവർ ഇദ്ദേഹത്തിന് നോക്കുന്നില്ല. അപ്പോൾ മുറ്റടിക്കുന്ന സ്ത്രീ അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഓരോ പ്രാവശ്യം ഇദ്ദേഹം വിളിക്കുമ്പോഴും മുറ്റടിക്കുന്ന സ്ത്രീ അയാളെ നോക്കും, കാരണവരെ നോക്കും. അപ്പം ഇയാൾ ഈ കാരണവരെ നോക്കിയാണ് വിളിക്കുന്നത്, പക്ഷെ കാരണവർ തിരിഞ്ഞു നോക്കും. ഒരു 5, 6, 7 പ്രാവശ്യമൊക്കെ പറഞ്ഞു. ഇയാൾ കൊടുത്തില്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോകേണ്ട ആളാണ്, പക്ഷേ ഇയാൾ ഒന്നും ആൻസറും പറയുന്നില്ല. ലാസ്റ്റ് എന്ത് ചെയ്തു? മുറ്റടിക്കുന്ന ആ സ്ത്രീ ഈ ചൂല് അവിടെ ഇട്ടിട്ട് പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല കേട്ടോ എന്ന് ആരടുത്ത് പറഞ്ഞു? ഈ വന്ന യാചകൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോഴും കാരണവർക്ക് ദേഷ്യം വന്നു, ഭയങ്കര ദേഷ്യം വന്നു. ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയാനുള്ള അധികാരം നിനക്ക് എങ്ങനെ വന്നു? ഇവിടെ ഒന്നും ഇല്ലേ? നീ ഇവിടെ ജോലി ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഈ വേലക്കാരിയെ വഴക്ക് പറഞ്ഞു. അപ്പോൾ വേലക്കാരി പറഞ്ഞു, അല്ല, അങ്ങ് ഇങ്ങനെ മര്യാദയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് അയാളൊന്ന് പോവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അയാൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് വെയിറ്റ് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അയാൾ എന്നെ കൺഫ്യൂഷനായിട്ടിരിക്കുന്നു. യാചകൻ ഇവിടെ നിൽക്കണോ പോകണോ എന്നുള്ള അയാൾ കൺഫ്യൂഷനായിട്ടിരിക്കുക. അങ്ങനെ അപ്പോൾ ഇങ്ങനെ ഈ വേലക്കാരിയെ ശകാരിക്കുന്ന കണ്ടപ്പം അദ്ദേഹത്തിന് തോന്നി എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പറഞ്ഞാൽ അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അപ്പം വേലക്കാരിയും മര്യാദയ്ക്കിരിക്കുന്നു, അയാളും പ്രതീക്ഷയോടെ നിൽക്കുന്നു, എന്നിട്ട് വീണ്ടും അയാൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വേലക്കാരൻ ആ യാചകൻ അവിടെ നിന്നിട്ട് ഇത് എന്താണ് ഇനി അടുത്ത് സംഭവിക്കുന്നത് അറിയുന്നില്ല. എന്നിട്ട് പെട്ടെന്ന് ഇദ്ദേഹം വീണ്ടും പറഞ്ഞു, എന്തെങ്കിലും തരണേ എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല, പോവാൻ പറഞ്ഞു. അപ്പോൾ ഈ വേലക്കാരിക്ക് കൺഫ്യൂഷൻ, ഇതല്ലേ ഞാനും പറഞ്ഞത്, ഈ സെയിം കാര്യമാണ് ഞാനും പറഞ്ഞത്. അപ്പം പറഞ്ഞു, അല്ല, അതെന്താണ് ഞാൻ പറഞ്ഞതും അങ്ങ് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം? അത് പറയാനുള്ള അധികാരം എനിക്കാണ്. ഇതാണ് ഞാനുള്ള അവസ്ഥ ഇതാണ്. ഇതാര് പറഞ്ഞാലും ഇയാൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇത് ആര് വേണമെങ്കിലും പറയുമല്ലോ, പക്ഷെ അത് പറയാൻ പോലും ഞാൻ പറയണം. അപ്പോൾ ഇതേപോലത്തെ ഞാനാണ് നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പോൾ എന്താണ്? കർമ്മയോഗം പഠിക്കണം.
അപ്പോൾ യവന് യുദ്ധം ചെയ്യാൻ പറ്റാത്തത് ഈ കർമ്മയോഗം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. പിന്നെ ഭക്തിയോഗം, ആ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത്. ആ ഭക്തിയോഗം ഇവൻ അറിയണമെങ്കിൽ ഇവൻ്റെ ഉള്ളിൽ ജ്ഞാനം ഉണ്ടായിരിക്കണം. അപ്പോൾ ജ്ഞാനയോഗം പഠിക്കണം. അപ്പോൾ ഓരോന്നും അവനെ പഠിപ്പിച്ചത് എന്താണ്? നിനക്ക് എന്തുകൊണ്ട് ആ കർമ്മം ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ മനസ്സിലാക്കി കൊടുക്കാനാണ്. ഇങ്ങനെ വ്യക്തമായി പറഞ്ഞാൽ മാത്രമേ അവിടെയല്ല എന്താണ് മനസ്സാണ് പ്രവർത്തിക്കുന്നത്. ഈ കർമ്മത്തിൽ മനസ്സില്ലേ, ജ്ഞാനം കിട്ടാൻ നേരത്ത് മനസ്സ് അവിടെ ഇല്ലേ, ഭക്തിക്കും അവിടെ മനസ്സ് ഡിസോൾവ് ആവട്ടെ. അപ്പം ഈ റീസൺ, ഈ മൈൻഡ് എങ്ങനെ ഇവിടെയൊക്കെ പ്രവർത്തിക്കും എന്നുള്ള റീസൺ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിരീക്ഷിച്ച്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ജീവിതത്തിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് ഉപയോഗിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ. മനസ്സിൻ്റെ ഫംഗ്ഷൻ അറിഞ്ഞിരിക്കണം. ഈ മനസ്സിൻ്റെ ഫംഗ്ഷൻ അറിയുമ്പോഴാണ് ഈ കർമ്മം അവിടെ എങ്ങനെ പ്രവർത്തിക്കുന്നു, ജ്ഞാനം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഭക്തി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഇത് ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും നമ്മൾ ഈശ്വരനെ പറ്റി സംസാരിച്ചു പോകും. അവിടെ ഈശ്വരനെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. വെണ്ണയും നെയ്യും പാലും ഒന്നും പൊങ്കാലും ഒന്നും അവിടെ സംസാരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാര്യം എന്താണ്? നിരീക്ഷകനും മനസ്സും മനസ്സിൻ്റെ ഫംഗ്ഷനും ഇത് മനസ്സിലാക്കൽ മാത്രമാണ് ആത്മീയത. ആധ്യാത്മികതയിൽ എന്താണ്? ഈ ബാക്കിയെല്ലാം വരും. അവിടെ അതൊക്കെ വരുമ്പോൾ എന്ത് പറ്റും? അവൻ അറിയുന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വരുമ്പോഴാണ് മനസ്സിൻ്റെ ഫംഗ്ഷൻ മനസ്സിലാക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. ആ രീതിയിലാണ് നമ്മൾ സ്പിരിച്വാലിറ്റി കാണുമ്പോഴാണ് ശരിക്കും നമ്മളൊരു ചേഞ്ച് വരുന്നത്. അപ്പോഴാണ് ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിളോട് വീണ്ടും പോകാം. ക്ഷമ നല്ലതല്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. ക്ഷമ വന്നപ്പോൾ എന്ത് പറ്റി? നമ്മൾ ആ ഫയല് ഐ പ്രൊജക്ഷനിലോട്ട് പോകുന്നു. നമ്മൾ അവിടെ ഓർമ്മകളുടെ ഇത് പോകുന്നു. പാസ്റ്റിനെ നമ്മൾ മനസ്സ് സൃഷ്ടിക്കുന്നു. ആ പാസ്റ്റിനെ നമ്മൾ കയറി ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോഴെന്ത് പറ്റുന്നു? അവിടെ ക്ഷമ നല്ലതല്ല. അപ്പോൾ പിന്നെ അവിടെ എന്താ ചെയ്യേണ്ടത്? ആ നിമിഷത്തിൽ നമുക്ക് എഗനിസ്റ്റായിട്ട് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ നമ്മുടെ മനസ്സിൻ്റെ പ്രതിപ്രവർത്തനം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ്. എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് ദേഷ്യം വരുന്നു, അതിനെ നമ്മൾ തിരിച്ചറിയണമെന്നാണ്. അപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നു ഞാൻ തിരിച്ചറിയുമ്പോൾ എന്ത് പറ്റുന്നു? എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റാതെ വരും. ദേഷ്യത്തെ ഞാൻ തിരിച്ചറിഞ്ഞില്ലെങ്കിലോ, ദേഷ്യമെല്ലാം കഴിഞ്ഞ ശേഷമാണ് അത്രയും പറയേണ്ട ആവശ്യമില്ലായിരുന്നു എന്നുള്ളത്. അപ്പോഴാണ് അതറിയാൻ പറ്റുന്നത്. അപ്പം മനസ്സിൻ്റെ നൗവിലുള്ള പ്രവർത്തനത്തെ അറിയണമെങ്കിൽ നിരീക്ഷകൻ വരണം. അപ്പം നിരീക്ഷകനെ ഉണർത്തുന്നതാണ് റിയലായിട്ടുള്ള ആത്മീയത. ആധ്യാത്മികതയിൽ അത് ഇല്ല. അതുകൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധ സമയത്തിൽ കൃഷ്ണൻ ആധ്യാത്മികതയല്ല പറഞ്ഞത്, ആത്മീയതയാണ് പറഞ്ഞത്. ആ വ്യത്യാസം നമ്മൾ കൃത്യമായി മനസ്സിലാക്കും. അങ്ങനെ ആ ആത്മീയതയിലോട്ട് പോയാൽ മാത്രമേ അർജുനനുണ്ടായ വ്യത്യാസം നമ്മളിലും ഉണ്ടാവൂ. അപ്പോൾ എന്താണ്, അവിടെ ഒറ്റ ആചരണങ്ങളില്ല, ഇതൊന്നുമില്ല, ഒരു കാര്യങ്ങളും അതിനകത്തില്ല. റിയൽ കോറിനെ പറ്റി മാത്രം പറഞ്ഞു. അപ്പോൾ ആ ലെവലിൽ ആധ്യാത്മികതയെ നിന്ന് ആത്മീയതയിലോട്ട് നമ്മൾ പ്രവേശിച്ച് മനസ്സിലാക്കുമ്പോഴാണ് റിയൽ ചേഞ്ച് ശരിക്കും. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഒരു ഗുരുവിനെ അറിയാൻ പറ്റും. അവിടെയാണ് ഗുരുവിൻ്റെ പ്രസക്തി. എനിക്ക് എൻ്റെ മനസ്സിനെ നിരീക്ഷിക്കുവാൻ എനിക്ക് പറ്റാതെ വരുമ്പോൾ ഒരു നിരീക്ഷകൻ എങ്ങനെ മനസ്സിനെ മനസ്സിലാക്കുന്നു എന്നുള്ളതായിരിക്കും ഗുരു സംസാരിക്കുന്നത്. അതാണ് ഗുരുവിൻ്റെ ഭാഷ. അത് പഠിക്കുമ്പോഴാണ് ശരിയായ റൂട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമേ മനസ്സിൻ്റെ പാറ്റേൺ, ആവർത്തന ചക്രം അത് സ്റ്റോപ്പ് ആവുകയുള്ളൂ. അപ്പോൾ മാത്രമേ സൈലൻസ് വരുള്ളൂ. അപ്പോൾ മാത്രമേ എന്താണോ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത്, അത് ഏത് പേര് വിളിച്ചാലും ആ അൾട്ടിമേറ്റിലേക്ക് കണക്റ്റ് ആവും. ബുദ്ധൻ പേരിടാതെ വിളിച്ചു, ഓരോ മതവിഭാഗക്കാരും ഓരോ അൾട്ടിമേറ്റിന് ഓരോ പേര് വിളിച്ചു. അപ്പം അത് മനസ്സ് അവിടെ ഇല്ലാതിരിക്കുമ്പോൾ അത് എന്ത് പേരായിരുന്നാലും എന്ത് പ്രശ്നം? അതിൽ മൈൻഡ് സൈലൻ്റ് ആവുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് കണക്റ്റ് ആയിക്കോളും എന്നുള്ളത്. ബലൂണായിട്ടിരിക്കുമ്പോഴാണല്ലോ പുറത്തുള്ള വായു അകത്തുള്ള വായു രണ്ടായിട്ടിരിക്കുന്നത്. പൊട്ടിയാലോ അത് ഒന്നാണ്. ഈ പൊട്ടുന്നതിന് മുമ്പ് ഈ വായു ഇവിടെ ഏതായിരുന്നു? ഇവിടെ ഉള്ളത് തന്നെയായിരുന്നു. അപ്പോൾ ഐ പ്രൊജക്ഷൻ പൊട്ടിക്കഴിഞ്ഞാലോ, ഐയുടെ പ്രൊജക്ഷൻ ഇല്ലാതായി കഴിഞ്ഞാൽ എന്താണോ ഉള്ളത് അതേ ഉള്ളൂ, വേറെ ഉണ്ട്. ശരിക്കും നമ്മുടെ സാധനങ്ങളെല്ലാം ആ രീതിയിലായിരിക്കണം ചിട്ടപ്പെടുത്തി കൊണ്ടുവരിക. എങ്കിൽ മാത്രമേ നമ്മൾ ഇത്തരം പ്രാക്ടീസിങ് ചെയ്യുന്നതിൽ അർത്ഥവും. അതല്ലെങ്കിൽ അർത്ഥമില്ല. ഇപ്പം ഈ ഏറ്റവും വലിയ ഗുരുസങ്കല്പം എന്ന് പറയുന്നത്
ദക്ഷിണാമൂർത്തി സങ്കല്പം. അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു. ശിഷ്യന്മാർ, ഇദ്ദേഹം പ്രായമായ ശിഷ്യന്മാർ ഒരു യുവാവായിട്ടിരിക്കുന്നു എന്നുള്ളൊരു സങ്കല്പമാണ്. എന്നിട്ട് അവിടെ എന്താണ് ഉപദേശം കൊടുക്കുന്നു. എങ്ങനെ ഉപദേശം കൊടുക്കുന്നു? മൗനത്തിൽ കൂടി ഉപദേശം. അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഒരു കോൺസെപ്റ്റ് എന്താണ്? മൈൻഡ് സൈലൻ്റ് ആയിട്ടിരിക്കുന്നു എന്നാണ്. വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നില്ലെന്നാണ്. ഒരു ഗർഭസ്ഥ ശിശു ജന്മം എടുക്കുന്നതിന് മുമ്പും അത് അതിൻ്റെതായ രീതിയിൽ സൈലൻ്റ് ആണ്. അതിന് പൂർണ്ണ ജ്ഞാനമുണ്ട്. പുറത്തിറങ്ങി വരുമ്പോഴാണ് നമ്മൾ കോലാഹലമായ ശബ്ദത്തിൽ നമ്മളെ പ്രാക്ടീസും എല്ലാം ശബ്ദ കോലാഹലത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും അവിടെ നിന്ന് എങ്ങോട്ടാണ് പോകാൻ പറയുന്നത്? മൗനത്തിലോട്ടാണ് പോകാൻ പറയുന്നത്. അപ്പം ഈ തുടക്കത്തിലുള്ള പോലെയാണ് ആ ഒടുക്കവും. അവിടെ രണ്ടിലും സൈലൻ്റേ ഉള്ളൂ. ഇതിൻ്റെ ഇടയിലാണ് ശബ്ദ കോലാഹലം. അപ്പം ജനനത്തിന് മുമ്പും അവൻ ആത്മീയതയിലായിരുന്നു. ജനനത്തിന് ശേഷം കൃത്യമായ നിരീക്ഷണം വന്ന ഈ ആത്മീയതയിൽ തന്നെ എത്തും. എങ്ങനെ? മൗനത്തിലോട്ടെത്തും, മനസ്സിൻ്റെ സൈലൻറ്റിലെത്തും. അതായില്ലെങ്കിൽ എന്തൊരു ഈ ശബ്ദ കോലാഹലം. ഉത്സവം വരുമ്പോൾ ഉള്ള ശബ്ദം ആലോചിച്ചു, എന്ത് സൈലൻ്റാണ് ഉള്ളത്. അപ്പോൾ ദക്ഷിണാമൂർത്തിയുടെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് നേരെ ഓപ്പോസിറ്റാണത്. ദക്ഷിണാമൂർത്തിയുടെ അമ്പലത്തിൽ ഉത്സവം വന്നാൽ ഇത് തന്നെ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് അവിടെ? ആധ്യാത്മീയതയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ വരുന്നത്. ആചരണങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ വരുന്നത് ആത്മീയതയല്ല. അപ്പോൾ ഈ നമ്മുടെ മുന്നിലൊക്കെ ഈ തന്നേക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ഗീതയുടെയൊക്കെ അർത്ഥത്തിലോട്ടൊക്കെ പോകണം. എങ്കിൽ മാത്രമേ കണക്ഷൻ കിട്ടുള്ളൂ, ഒക്കെ അത് പിടി കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഇത് നമ്മളിതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരനാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ പറയുകയും എന്നെ നിയന്ത്രിക്കുന്ന എൻ്റെ മനസ്സുമാരി ഈ വിരോധാഭാസത്തിൽ ഈശ്വരനാണ് എല്ലാം നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സ് എന്നെ നിയന്ത്രിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ മനസ്സ് നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അവനെ നിരീക്ഷിക്കപ്പെടണം. ഇത് മനസ്സിനെയല്ല നോക്കുന്നത്. പോയി അമ്പലത്തിൽ പോയി ദൈവത്തിനാണ് നോക്കുന്നത്. അപ്പം ആ സമയത്ത് എന്താണ് വർക്കൗട്ട് ചെയ്യുന്നത്? കുറച്ച് നേരത്തേക്ക് മനസ്സടങ്ങുന്നുണ്ട്. അതുകൊണ്ട് എന്തോ ഒരു സുഖം കിട്ടുന്നുണ്ട്. പക്ഷെ തിരിച്ചു വരുമ്പോൾ എന്താണ്? വീണ്ടും ഈ ആവർത്തന ചക്രം കറങ്ങിയല്ലേ. അപ്പം ആ വിഗ്രഹത്തിൽ നോക്കി അതേ നിരീക്ഷണം എവിടെ നോക്കണം? മനസ്സിലോട്ട് നോക്കണം. മനസ്സിലോട്ട് നോക്കിയാൽ മാത്രമേ ആവർത്തന ചക്രം നിൽക്കുകയുള്ളൂ, ഫയലുകൾ ക്യാൻസൽ ആവുകയുള്ളൂ. പിന്നെ മനസ്സ് പാസ്റ്റ് ഉണ്ടാക്കുന്നതും മനസ്സ് പാസ്റ്റ് ഫ്യൂച്ചറും ഉണ്ടാക്കുന്നതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഫങ്ഷൻ അവിടെ വരാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? ഒരു പൊതുവെ ഇങ്ങനെ പറയും, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, മാരുതി 800 ചോദിച്ചു, ഈശ്വരൻ അത് കൊടുത്തു. അപ്പോൾ ബെൻസാണ് ഈശ്വരൻ കൊടുക്കാതിരുന്നത്, പക്ഷെ ചോദിച്ചത് മാരുതി 800 അത് കിട്ടി. അപ്പോൾ ഇത് ഈശ്വരൻ തരാനിരുന്നത് ബെൻസാണെന്ന് ഇവൻ അറിയില്ല. അതുകൊണ്ട് മാരുതി 800 ഇവന് വളരെ ഹാപ്പിയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈശ്വരൻ ചോദിച്ചു, നീ തൃപ്തനാണോ? അപ്പോൾ പറയും ഇല്ല. എന്തുകൊണ്ട്? എൻ്റെ വീടിനടുത്തുള്ളവൻ ഇതിൽ നിന്ന് വില കൂടിയ കാറാണ് വാങ്ങിച്ചത്. പക്ഷെ ഇവന് കിട്ടാണ്ടിരുന്നത് ബെൻസായിരുന്നു. അപ്പോൾ ഇവന് ചോദിച്ചത് 800 ആണ്, കിട്ടിയതും അതാണ്. പക്ഷേ തൊട്ട വീട്ടിലുള്ളവൻ കൂടിയ കാർ ചോദിച്ചുകൊണ്ട് അവൻ അത് കിട്ടി. അപ്പോൾ ഇവന് വിഷം വരാൻ കാര്യം എന്താണ്? ഇവൻ അവിടെ പോയി കമ്പയർ ചെയ്തതുകൊണ്ടാണ്. അവൻ്റെ കാറും എൻ്റെ കാറും എന്നുള്ള കമ്പയറിങ്. അപ്പം ഇത് മനസ്സിൻ്റെ ഒരു പാറ്റേണാണ്, കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം മനസ്സ് ഏത് രീതിയിലാണ് പ്രവർത്തിക്കുക? അപ്പം ഇതൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും? ഒരിക്കലും സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റില്ല. ഈ പാറ്റേൺ അറിയണം, കൃത്യമായി മനസ്സിൻ്റെ പാറ്റേൺ അറിഞ്ഞാൽ മാത്രമേ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. പക്ഷേ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത്? സമാധാനം തരണേ, സുഖം തരണേ, കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കണേ. ഇതിന് ആരും അരികിരിക്കണം.
മനസ്സ് മര്യാദയ്ക്ക് ഇരിക്കണ്ടേ. അപ്പോൾ ഇത് ഈ പിള്ളേർ ഇത് പിന്നെ സ്കൂളിൽ പോകുന്ന പിള്ളേരൊക്കെ ക്ഷേത്രത്തിൽ പോയി ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുമല്ലോ പരീക്ഷ സമയത്ത്. അപ്പോൾ അച്ഛനമ്മമാരെന്താ പറയുന്നത്, ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നുമില്ല, പഠിക്കേണ്ട സമയത്തിരുന്ന് പഠിക്കണമെന്ന് പറയുന്ന പോലെയാണ് ഇത്. അപ്പോൾ ഇതേ തന്നെ മുതിർന്നവരും ചെയ്യുന്നത്. മനസ്സിനെ നിരീക്ഷിക്കാതെ തന്നെ സൈലൻ്റ് ആക്കാതെ സുഖം തരണേ ഇത് തരണേ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനനുസരിച്ച് ആ സുഖം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സിനെ നിരീക്ഷിക്കണം, അവനെ സൈലൻ്റ് ആക്കണം, എങ്കിൽ മാത്രമേ പറ്റൂ. പറ്റൂല. കാരണം നമ്മളിപ്പം അടുക്കളയിൽ നിൽക്കുമ്പം അടുക്കളയിൽ ഗ്യാസ് ഓപ്പൺ ആയിരിക്കുകയാണ്. നമ്മൾ മുറ്റത്തിരിക്കുമ്പോഴായിരിക്കും ആ സ്മെല്ല് അറിയുന്നത് അല്ലേ. അപ്പം ഗ്യാസ് ലീക്ക് ആവുന്നുണ്ട് നമ്മൾ അറിയുമ്പോൾ നമ്മൾ ഓടിപ്പോയി എന്ത് ചെയ്യും? ലീക്ക് വരുന്നതിനെ അടയ്ക്കും അല്ലേ. അപ്പോൾ പുറത്ത് എന്താണ്? ഗ്യാസിൻ്റെ സ്മെല്ലാണ്. ഇത് അടയ്ക്കാതെ നമ്മൾ പുറത്താണ് നമ്മൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിക്കുക. അതുകൊണ്ട് പുറത്ത് എന്ത് ചെയ്തിട്ടും പുറത്തുള്ള ഒരു കാര്യമൊന്നും ഒരു ഗുണം ചെയ്യില്ല. അകത്ത് ശാന്തമാകണം. ഇവിടെ അതാണ് പുറവും അകവും ഇല്ല എന്നുള്ളതാണ്. പുറവും അകവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. അതിന് അകം ശാന്തമാകുമ്പോൾ മാത്രമേ പുറത്തും ശാന്തത കിട്ടുള്ളൂ.